കർമ്മം നമ്മളെല്ലാവരും ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു വാക്കാണിത്, അല്ലേ? ചിലരതിനെ വിധിയെന്ന് പറയും, മറ്റു ചിലർക്കത് കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്നൊരു ചൊല്ലാണ്. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ ഈ കർമ്മം? വെറുമൊരു വിശ്വാസമാണോ, അതോ അതിനപ്പുറം പ്രപഞ്ചത്തിന്റെ ഒരു അടിസ്ഥാന നിയമമാണോ? ഇന്ന് നമുക്ക് ഈ വലിയ ആശയത്തെ ഒന്ന് അടുത്തറിയാൻ ശ്രമിക്കാം. മുൻജന്മത്തിൽ ഞാൻ ആരായിരുന്നു? നമ്മളിൽ പലരും എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും സ്വന്തമായി ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണിത്. ആ ഒരു ആകാംക്ഷ സ്വാഭാവികമാണ്. പക്ഷെ ശരിക്കും അതാണോ നമ്മൾ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം? കർമ്മനിയമം പറയുന്നത് അതല്ല എന്നാണ്. അതെ, യഥാർത്ഥ ചോദ്യം നിങ്ങളുടെ ഈ നിമിഷത്തെക്കുറിച്ചാണ്. കാരണം നിങ്ങൾ ഇപ്പോൾ എന്താണോ അത് നിങ്ങളുടെ എണ്ണമറ്റ മുൻകാല ജീവിതങ്ങളുടെയെല്ലാം ഒരു ആകെത്തുകയാണ്. എല്ലാ അനുഭവങ്ങളും എല്ലാ പാഠങ്ങളും നിങ്ങളെ ഈ നിമിഷത്തിലെത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മാറ്റം വരുത്താനുള്ള ഏറ്റവും വലിയ ശക്തി ഭൂതകാലത്തിലല്ല, നിങ്ങളുടെ കയ്യിലുള്ള ഈ വർത്തമാന നിമിഷത്തിലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിൽ നമ്മൾ ഈ വിഷയങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം എന്തുകൊണ്ടാണ് വർത്തമാനം പ്രധാനമാകുന്നത് എന്ന് നോക്കും. പിന്നെ കർമ്മം എന്ന പ്രപഞ്ച നിയമത്തെക്കുറിച്ചും അതിൻ്റെ 3 രൂപങ്ങളെക്കുറിച്ചും മനസ്സിലാക്കും. അത് വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്ക് എങ്ങനെ വ്യാപിക്കുന്നു, കർമ്മം ഒരു തിരഞ്ഞെടുപ്പാവുന്നത് എങ്ങനെ, ഒടുവിൽ ഈ യാത്രയുടെ അവസാന ലക്ഷ്യമായ മോക്ഷത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കും. അപ്പോ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഭൂതകാലത്തെക്കുറിച്ചുള്ള ചിന്തകളേക്കാൾ ഈ നിമിഷത്തിലെ നമ്മുടെ പ്രവൃത്തികൾക്ക് ഇത്രയധികം പ്രാധാന്യം കൽപ്പിക്കുന്നത്? ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ ഇന്ന് നിങ്ങളായിരിക്കുന്നത് മുൻപ് നിങ്ങൾ ചെയ്ത, ചിന്തിച്ച, അനുഭവിച്ച എല്ലാറ്റിൻ്റെയും ഒരു ഫലമാണ്. അതൊരു വലിയ കണക്ക് പുസ്തകം പോലെയാണ്. അതുകൊണ്ട് മുൻജന്മം എന്തായിരുന്നു എന്നോർത്ത് വിഷമിക്കുന്നതിൽ വലിയ കാര്യമില്ല. മാത്രമല്ല, പഴയ മുറിവുകളും വേദനകളും ഓർക്കാതിരിക്കുന്നത് ഒരു തരത്തിൽ പ്രകൃതി നമുക്ക് തരുന്ന ഒരു സംരക്ഷണം കൂടിയാണ്. ഏറ്റവും പ്രധാനം, നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്താനുള്ള ഒരേയൊരു താക്കോൽ ഈ നിമിഷമാണ്. ശരി, ഇനി നമുക്ക് കർമ്മം എന്താണെന്ന് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാം. ഇതൊരു വിശ്വാസമല്ല, മറിച്ച് ഗുരുത്വാകർഷണം പോലെ ഒരു പ്രപഞ്ച നിയമമാണ്. കർമ്മമെന്ന വാക്കിന്റെ അർത്ഥം തന്നെ പ്രവൃത്തി എന്നാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അത് കർമ്മമാണ്. ഇതിൽ നല്ലതെന്നോ ചീത്തയെന്നോ ഇല്ല. ശാന്തമായൊരു കുളത്തിലേക്ക് നിങ്ങളൊരു കല്ലെറിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓളങ്ങളുണ്ടാകും, അല്ലേ? അതുപോലെയാണ് ഓരോ പ്രവൃത്തിയും. അതിന് തുല്യമായ ഒരു പ്രതിഫലനം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകും. അതാണ് കാരണഫല നിയമം. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണങ്ങളുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ന്യൂട്ടന്റെ 3-ാം നിയമം ഓർമ്മയില്ലേ? ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. കർമ്മ നിയമം ഏതാണ്ട് ഇതുപോലെയാണ്. പക്ഷെ ഇത് ഭൗതിക വസ്തുക്കളിൽ മാത്രമല്ല, നമ്മുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലുമെല്ലാം ഒരുപോലെ പ്രവർത്തിക്കുന്നു. നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന ഊർജം അതേ അളവിൽ നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ കർമ്മങ്ങളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ഇതിനൊരു കണക്കില്ലേ? തീർച്ചയായും ഉണ്ട്. അതിനെ നമ്മുടെ ഒരു കാർമ്മിക അക്കൗണ്ട് ആയി സങ്കല്പിക്കാം. ഈ അക്കൗണ്ടിനെ നമുക്ക് 3ആയി തിരിക്കാം. ഒന്നാമത്തേത് സഞ്ചിത കർമ്മം. ഇതൊരു വലിയ ഗോഡൗൺ പോലെയാണ്. നമ്മുടെ എല്ലാ ജന്മങ്ങളിലെയും കർമ്മങ്ങൾ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. രണ്ടാമത്തേത് പ്രാരാബ്ധം. ആ വലിയ ഗോഡൗണിൽ നിന്ന് ഈ ജീവിതത്തിൽ അനുഭവിക്കാനായി നമ്മൾ തിരഞ്ഞെടുത്ത ഒരു ചെറിയ ഭാഗമാണ് പ്രാരാബ്ധം. മൂന്നാമത്തേതാണ് ക്രിയാമാനം. അതായത് നമ്മൾ ഈ നിമിഷം ചെയ്യുന്ന പുതിയ കർമ്മങ്ങൾ. ഇത് നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്നു. ഇതുവരെ നമ്മൾ സംസാരിച്ചത് നമ്മുടെ വ്യക്തിപരമായ കർമ്മങ്ങളെക്കുറിച്ചാണ്. എന്നാൽ കാര്യം അവിടം കൊണ്ട് തീരുന്നില്ല. നമ്മുടെ പ്രവൃത്തികൾ നമ്മളിൽ ഒതുങ്ങുന്നില്ല, അത് മറ്റുള്ളവരെയും ബാധിക്കും. നമ്മൾ ഓരോരുത്തരും ഒരു കുടുംബത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെയൊക്കെ ഭാഗമാണ്. അപ്പോൾ നമ്മുടെ കർമ്മവും ഈ കൂട്ടായ്മയുടെ ഭാഗമാകുന്നു. ഒരു കുടുംബത്തിന് ഒന്നിച്ചുണ്ടാകുന്ന ഉയർച്ചകളും താഴ്ചകളും, ഒരു രാജ്യം ഒന്നിച്ച് നേരിടുന്ന പ്രതിസന്ധികളുമെല്ലാം ഈ കൂട്ടായ കർമ്മത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ ഈ വലിയ ചിത്രത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന ഓരോ വ്യക്തിയും അവരവരുടെ സ്വന്തം കർമ്മത്തിന്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ആ പാതകൾ പരസ്പരം കൂട്ടിമുട്ടുന്നു. ചില ബന്ധങ്ങൾ വളരെ എളുപ്പമാകുന്നതും മറ്റു ചിലത് ഒരുപാട് സങ്കീർണമാകുന്നതും ഇതുകൊണ്ടാണ്. അതൊരു കർമ്മപരമായ കൊടുക്കൽ വാങ്ങലാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരും. അപ്പോൾ നമ്മളെല്ലാം മുൻപ് ചെയ്ത കർമ്മങ്ങളുടെ വെറും പാവകളാണോ? നമ്മുടെ ജീവിതം നേരത്തെ എഴുതിവെച്ച ഒരു തിരക്കഥയാണോ? ഇതിനുള്ള ഉത്തരം വളരെ വ്യക്തവും ശക്തവുമാണ്. അല്ല. കർമ്മം എന്നത് കല്ലിൽ കൊത്തിവെച്ച ഒരു വിധി അല്ലേ അല്ല. ഇതാണ് ഈ ആശയത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ശക്തിയാണ് നമ്മുടെ ഇച്ഛാശക്തി, തിരഞ്ഞെടുക്കാനുള്ള കഴിവ്. നമ്മുടെ പഴയ കർമ്മങ്ങൾ ചിലപ്പോൾ നമ്മുടെ മുന്നിൽ ചില സാഹചര്യങ്ങൾ കൊണ്ടുവന്നേക്കാം. പക്ഷേ ആ സാഹചര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ആ പ്രതികരണമാണ് നമ്മുടെ പുതിയ കർമ്മം.
അപ്പോൾ നമ്മുടെ കർമ്മത്തെ എങ്ങനെ നല്ല രീതിയിൽ രൂപപ്പെടുത്താം? 3 പ്രധാന വഴികളുണ്ട്. 1. ധർമ്മമനുസരിച്ച് ജീവിക്കുക, അതായത് ശരിയായത് ചെയ്യുക. 2. നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും എപ്പോഴും നിയന്ത്രിക്കുക. 3. എന്ത് ചെയ്യുമ്പോഴും അത് സ്നേഹത്തോടെയും കരുണയോടെയും ചെയ്യുക. ഈ രീതിയിൽ നമ്മൾ വിധിയുടെ ഇരകളാകുന്നതിനു പകരം നമ്മുടെ ജീവിതത്തിന്റെ സ്രഷ്ടാക്കളായി മാറുന്നു. അതുകൊണ്ട് ജീവിതത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ദൈവം എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് ചോദിക്കുന്നതിനു പകരം ഈ അനുഭവത്തിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാനുണ്ട് എന്ന് ചോദിച്ചു നോക്കൂ. അപ്പോൾ കർമ്മം ഒരു ശിക്ഷയല്ല, മറിച്ച് നമ്മളെ വളർത്താനും പഠിപ്പിക്കാനും വരുന്ന ഒരു നല്ല അധ്യാപകനായി മാറും. ഓക്കെ, ഇങ്ങനെ ജന്മങ്ങളെടുത്ത് കർമ്മങ്ങൾ ചെയ്ത് പാഠങ്ങൾ പഠിച്ച് എങ്ങോട്ടാണ് ഈ യാത്ര? എന്താണിതിൻ്റെയൊക്കെ ഒരു അന്തിമ ലക്ഷ്യം? ഈ ജനനമരണചക്രം, അതായത് പുനർജന്മം, ആത്മാവിന് വളരാനും പക്വത നേടാനുമുള്ള ഒരു അവസരമാണ്. ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നത് പോലെ ഓരോ ജീവിതവും പുതിയ പാഠങ്ങൾ പഠിക്കാനുള്ള അവസരമാണ്. ഈ നീണ്ട യാത്രയുടെ അവസാന ലക്ഷ്യത്തെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അതായത് ഈ ജനനമരണചക്രത്തിൽ നിന്നുള്ള പൂർണ്ണമായ മോചനം. നമ്മുടെ എല്ലാ കർമ്മങ്ങളും തീർന്ന് ആത്മാവ് അതിന്റെ യഥാർത്ഥ സ്വരൂപം തിരിച്ചറിയുന്ന ഒരു പരമമായ അവസ്ഥയാണിത്. ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണെന്നറിയോ? അതൊരു വലിയ സമാധാനമാണ്. ജീവിതത്തിലെ ഓരോ അനുഭവത്തിനും ഒരർത്ഥമുണ്ടെന്നും വളരാനും പഠിക്കാനും നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ടെന്നുമുള്ള തിരിച്ചറിവ് നമ്മളെ ശാന്തരാക്കും. അപ്പോ ഈ ചർച്ചയുടെ അവസാനം നമ്മൾ എത്തി നിൽക്കുന്നത് ഈ ഒരു ചോദ്യത്തിലാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ, നിങ്ങളുടെ അനുഭവങ്ങളുടെ, നിങ്ങളുടെ ഭാവിയുടെ സ്രഷ്ടാവ് നിങ്ങൾ തന്നെയാണെങ്കിൽ ഈ നിമിഷം മുതൽ നിങ്ങൾ എന്ത് സൃഷ്ടിക്കാൻ തിരഞ്ഞെടുക്കും? ഓർക്കുക, ഓരോ നിമിഷവും ഒരു പുതിയ തുടക്കമാണ്.